മുണ്ടക്കൈ ചൂരൽമല പ്രളയ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് 105 വീടുകൾ പ്രഖ്യാപിച്ചിരുന്നു. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ നെഞ്ചേറ്റിയവരും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ ഏൽപ്പിച്ചാൽ അത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന സഹജീവി സ്നേഹികളായ സുമനസ്സുകളും കൈയഞ്ഞ് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്, വിശ്വാസത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് അത് പ്രഖ്യാപിച്ചത്. കൂടെ നിന്നവർക്കും സഹകരിച്ചവർക്കും സഹായിച്ചവർക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മുസ്ലിം ലീഗ് 105 വീടുകൾ പ്രഖ്യാപിച്ച അന്നു മുതൽ ഭ്രാന്തായി കുരുപൊട്ടിയൊലിച്ച് വ്രണമായി ചുറ്റുപാടും ദുർഗന്ധം വമിപ്പിക്കുന്ന ഒരുത്തനുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. ദുരന്തബാധിതർക്ക് വീടൊന്നും കിട്ടാൻ പോണില്ല, മുസ്ലിം ലീഗ് ആ പ്രളയബാധിതരെ വഞ്ചിക്കുകയാണ് എന്നൊക്കെയാണ് അവൻ പറഞ്ഞ് നടന്നിരുന്നത്. മുസ്ലിം ലീഗ് സ്ഥലം കണ്ടെത്തി ഏറ്റെടുത്തപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചായി പിന്നീട് അവന്റെ ഭരണിപ്പാട്ട്. ഇന്നിപ്പോ പൊതുജനം ആവശ്യത്തിലധികം പണവും പിന്തുണയും നൽകിയിട്ടും ഈ ഭരണത്തിന്റെ അവസാന കാലഘട്ടം വരെ ഒരു കാര്യവുമില്ലാതെ ഈ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോയ സർക്കാർ ദുരന്തബാധിതർക്ക് ഇപ്പോഴും വീടുകൾ കൈമാറാൻ സാധ്യമാകാതെ നിൽക്കുമ്പോൾ ഒരു സർക്കാരിന്റെയും പിന്തുണയില്ലാതെ, എന്നാൽ സഹജീവി സ്നേഹികളായ അനേകം മനുഷ്യരുടെ പിന്തുണയിൽ ഒരു സാമുദായിക രാഷ്ട്രീയ പാർട്ടി മാത്രമായ മുസ്ലിം ലീഗ് ഒന്നാം ഘട്ടത്തിൽ 51 വീടുകൾ പൂർത്തിയാക്കി അർഹരായവർക്ക് കൈമാറുന്നെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിലും കുറ്റം കണ്ടെത്തുകയാണ് അസൂയയും കുരുട്ടും കിബറും ചേർന്ന് ആൾരൂപം പൂണ്ട ഈ ജന്മവും അവനെ പോലെയുള്ള അടിമ ജീവിതങ്ങളും. മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന വീടിന് വലിപ്പം പോരാ എന്നാണ് ആ മനുഷ്യക്കോലങ്ങൾ ഇപ്പോൾ പറയുന്നത്. എന്നാൽ സർക്കാർ നൽകുന്നതിനേക്കാൾ ഭൂമിയും വലിപ്പവുമുള്ള വീടും മുസ്ലിം ലീഗ് നൽകുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്ന് തുപ്പിയാൽ അടുത്ത വീട്ടിലേക്ക് പോയി ചാടുമത്രേ. ഇവനെന്തിനാണ് മറ്റുള്ളവന്റെ വീടിന്റെ ഉമ്മറത്തേക്ക് ടൈറ്റാനിക് സിനിമയിലെ പോലെ തുപ്പിക്കളിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഒരു സൈഡിൽ നിന്നെടുത്ത് പോരാളി ഗ്രൂപ്പിൽ തള്ളിയ ഫോട്ടോയല്ലാതെ ആ പ്രൊജക്ട് നേരിട്ടൊന്ന് കാണുക പോലും ചെയ്തിട്ടില്ലാത്തവന്റെ ജൽപ്പനങ്ങളാണ് ഇതെല്ലാം. കണ്ടവർക്ക് നന്നായി അറിയാം, ആ വീടിന് വലിയൊരു മുറ്റമുണ്ട്. ഇവര് തുപ്പിക്കളിക്കാൻ വേണമെങ്കിൽ ആ മുറ്റത്തോട്ട് ഇറങ്ങി തുപ്പിക്കളിക്കട്ടെ എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ കാണുന്നത് സർക്കാർ നിർമ്മിച്ച് നൽകുന്ന വീടുകളാണ്. ഇവനൊക്കെ തുപ്പിക്കളിക്കാൻ പാകത്തിന് അകലമേ ഈ വീടുകൾ തമ്മിലും ഉള്ളൂ. നോക്കൂ, വലിയ വലിയ സമ്പന്ന രാജ്യങ്ങളിലെ ലക്ഷങ്ങൾ വാടകയോ കോടികൾ വിലയോ വരുന്ന വില്ലകൾ തമ്മിൽ എത്രമാത്രം ഗ്യാപ്പ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുനരധിവാസം എന്നൊരു ലക്ഷ്യമില്ലായിരുന്നുവെങ്കിൽ, ഒരു ലക്ഷ്യത്തിലല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു പ്രൊജക്ട് ഒരു പക്ഷേ വലിയൊരു വില്ല പ്രൊജക്റ്റായി അറിയപ്പെട്ടാനെ. അതാവുമ്പോൾ ഇവന്മാർക്ക് എക്സിക്യൂട്ടീവ് ആകുകയും ചെയ്യും. ഇതുങ്ങളൊക്കെ എന്തുമാതിരി ജന്മങ്ങളാണ് എന്ന് മനസ്സിലാകുന്നില്ല. 51 വീടുകളാണ് പൂർത്തിയായത്. പദ്ധതി ഇനിയും പൂർത്തിയായിട്ടില്ല. ഇതുവരെ കൂടെ നിന്നവർ ഇനിയും കൂടെ നിന്നാൽ ചുറ്റുമതിലോ ഗേറ്റോ ഒക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഈ ചിത്രം ഒന്ന് കണ്ടു നോക്കൂ. ഇതിന്റെ ചുമരുകൾക്കിടയിലൂടെ 6 വരിപ്പാത കടന്നു പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടോ? ഓരോ വീടുകൾക്കും ഇടയിൽ സ്വകാര്യത കാത്തു സൂക്ഷിക്കാൻ 10 അടി ഉയരത്തിലുള്ള മതിലുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഓരോ വീടിന്റെയും പുറകുവശത്ത് ക്ലിബ് ഹൗസിലെ സ്വിമ്മിംഗ് പൂള് പോലെയുള്ള കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ തുപ്പിക്കളിക്കാൻ? ഇവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സ്റ്റേഡിയവും നിങ്ങൾ കാണുന്നുണ്ടോ? വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ കുന്നിന്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങാൻ ഉതിർന്നാൽ മതി. പക്ഷെ അടിയിൽ നിന്ന് മുകളിലോട്ട് കയറാൻ റോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? നോക്കൂ, ഇത് കുന്നിന്റെ ചെരുവിൽ നിന്നുകൊണ്ട് സീനറി ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു റിസോർട്ടിലെ വില്ലകളല്ല കേട്ടോ. ഈ മുസ്ലിം ലീഗിന്റെ ഈ ഭവന പദ്ധതിയെ പരിഹസിക്കുന്ന സഖാക്കൾ കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദുരന്തബാധിതർക്ക് നിർമ്മിച്ചു കൊടുത്ത വീടുകളാണിത്. ഇവരാണ് ലീഗ് ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ തമ്മിലുള്ള അകലവും വീടിന്റെ സൗകര്യവും പറഞ്ഞുകൊണ്ട് ലീഗിനെ പരിഹസിക്കുന്നത്. ഇത് മറ്റവൻ പറഞ്ഞതുപോലെ ലയങ്ങളാണെന്നോ തൊഴുത്താണെന്നോ ആടിന്റെ കൂടാണെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ ഞാനില്ല. കണ്ടെയ്നർ ഹോമുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്ത നന്മയെ ഇകഴ്ത്തി കാണിക്കാനും ഞാനില്ല. ഇത് കിട്ടിയവർക്ക്, ഇത് കിട്ടിയ നേരത്തുണ്ടായ ആശ്വാസത്തിന് വിലയിടാൻ ഞാൻ ആളുമല്ല. നോക്കൂ, നമുക്കാവശ്യം ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആ മനുഷ്യരെ കഴിയുന്നത്ര വേഗത്തിൽ പുനരധിവസിപ്പിക്കുകയാണ്. അതിനാണ് നമ്മൾ കൈകോർത്തത്. അതിനാണ് നമ്മൾ സർക്കാരിന് പണം നൽകിയത്. കോടികൾ സർക്കാർ പിരിച്ചെടുത്തത് ആ മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സർക്കാരിന്റെ 10 കാശ് ചെലവാക്കാതെ പൊതുജനം നൽകിയ കോടിക്കണക്കിന് രൂപയുടെ ചെറിയൊരു അംശം എടുത്തുകൊണ്ട് തന്നെ എന്നോ പൂർത്തിയാക്കാമായിരുന്ന ഈ പുനരധിവാസത്തിന് സർക്കാർ ഇന്നൽപ്പം വേഗത കൂട്ടിയത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. നോക്കൂ, ഒന്നുമില്ലാത്തവന് 4 ഭാഗം ടാർപാലിൻ വലിച്ചു കെട്ടിയ കൂരയാണ് കൊട്ടാരം. കൂരയിൽ കിടക്കുന്നവന് അടച്ചുറപ്പുള്ള വാതിലുകളുള്ള ഒരു മൺവീട് കൊട്ടാരമായിരിക്കും. അവിടെ കിടക്കുന്നവന് വലിയൊരു 3000 സ്ക്വയർ ഫീറ്റ് ടെറസ് വീടായിരിക്കും കൊട്ടാരം. അതിനുള്ളിൽ കിടക്കുന്നവന് സ്വിമ്മിംഗ് പൂളും ഉദ്യാനവുമെല്ലാമുള്ള വലിയൊരു കെട്ടിടമായിരിക്കും കൊട്ടാരം. അതെല്ലാം
ആപേക്ഷികമാണ്. നമ്മൾ ആർക്കും കൊട്ടാരം കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നില്ല. നമ്മൾ അധികാരത്തിനു വേണ്ടി പാലിക്കപ്പെടാൻ കഴിയാത്ത മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകുന്നില്ല. അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും നിറവേറ്റി കൊടുക്കേണ്ടുന്ന ജീവകാരുണ്യ പ്രവർത്തനമാണ് ലീഗ് ഏറ്റെടുത്തിരിക്കുന്നത്. പുത്തുമല ദുരന്തത്തിന് ശേഷം വലിയ വായിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാത്തതിന്റെ പേരിൽ അവിടെയുള്ള ജനങ്ങൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വയനാട്ടിലും ഈ സർക്കാർ അതേ പുത്തുമല ആവർത്തിക്കുമെന്ന് വേണം കരുതാൻ. ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ എന്നോ ഇവർക്കത് തീർക്കാമായിരുന്നു. അതിനുള്ള പണവും പൊതുജനം പണ്ടേ സർക്കാരിന് നൽകി കഴിഞ്ഞതുമാണ്. വയനാട് പദ്ധതിയെ സർക്കാർ കടലാസിൽ കെട്ടി ഉറങ്ങാൻ വിട്ടതുകൊണ്ടാണ് മുസ്ലിം ലീഗ് സ്വന്തമായി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുസ്ലിം ലീഗ് പുനരധിവാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചില്ലായിരുന്നുവെങ്കിൽ സർക്കാരിന്റെ ഈ പദ്ധതി ഇന്നും കടലാസിൽ ഉറങ്ങിയേനെ. പദ്ധതി തീർത്തുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്രയുമൊക്കെ ചെയ്തു കൂട്ടിയവർക്ക് ഇതൊക്കെ എന്നോ ആവാമായിരുന്നു. പക്ഷേ അവരുടെ ലക്ഷ്യം എല്ലാം നീട്ടിക്കൊണ്ടുപോവുക, അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതിനൊരു ആയുധമാക്കാൻ പാകത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. നോക്കൂ, വീണ് കിടക്കുന്നവന് കൈ കൊടുക്കുന്നവൻ കുറച്ചൊക്കെ ഉയരത്തിൽ തന്നെയായിരിക്കും. എഴുന്നേറ്റ് നിന്നാ പിന്നെ ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് നടക്കുകയും ചെയ്യാം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇപ്പോൾ തൽക്കാലം അവരൊന്ന് സ്വന്തം വീട്ടിൽ സ്വതന്ത്രരായി സുഖമായി കിടന്നുറങ്ങട്ടെ. ബാക്കിയുള്ളവരെ കൂടെ നമുക്ക് പുനരധിവസിപ്പിക്കണം. മതിലൊക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്ത ഇനിയും നമുക്ക് ഉണ്ടാക്കാമല്ലോ. രസം അതൊന്നുമല്ല കേട്ടോ. വെറും 5 സെന്റിൽ 700 സ്ക്വയർ ഫീറ്റ് 800 സ്ക്വയർ ഫീറ്റ് വീടുകളിലൊക്കെ താമസിക്കുന്ന ചില സഖാക്കളൊക്കെയാണ് മുസ്ലിം ലീഗിന്റെ ഈ പുനരധിവാസ പദ്ധതി, ഈ 1100 സ്ക്വയർ ഫീറ്റുള്ള വീടിനൊക്കെ കളിയാക്കുന്നതെന്ന് കാണുമ്പോൾ ഇവർക്ക് എന്ത് മനുഷ്യന്മാരാടോ എന്ന് ചോദിക്കാനാണ് തോന്നുന്നത്. ലീഗിനെ കല്ലെറിയുന്നവർ അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളെറിയുന്ന കല്ലുകൾക്ക് മുകളിൽ ചവിട്ടി നിന്നുകൊണ്ട് ഞങ്ങൾ കൂടുതൽ ഉയരത്തിൽ ആ പച്ച പതാകയെ ഉയർത്തി കെട്ടുക തന്നെ ചെയ്യും.